الحمد لله الحمد لله الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم يا واجب الوجود ويا واهب الخير والجود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد. صلى الله وسلم عليك يا سيدنا يا رسول الله. صلى الله وسلم عليك يا حبيبنا يا رسول الله. بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الأمة وجاهدت في الله حق جهاده حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. സർവാധിപതിയും സർവശക്തനും സർവലോക സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഗതകാല ജീവിതത്തിൽ അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സകലമായ പാപങ്ങളും അല്ലാഹു അവന്റെ വിശാലമായ മഗ്ഫിറത്ത് നൽകി വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞവർ ഉറ്റവർ നാമവുമായി ബന്ധപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർസഖിയായ ജീവിതം ഖൈറിലും സന്തോഷത്തിലും ആനന്ദത്തിലുമാക്കി നാളെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ പർദീസയാകുന്ന ജന്നത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം നമ്മെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആരാണ് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ കടന്നു വരുന്ന ചില വരികളുണ്ട്. ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കൈയിൽ ഉണ്ടു പ്രിയേ ഖൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാരെ എന്നറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനാണെന്നോ.
പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന്. എന്നാലും എന്റേതായൊരു ദിർഹവുമില്ല പ്രിയേ. പ്രിയമുള്ളവരെ, കുട്ടിക്കാലം മുതൽ മനോഹരമായ ഈ വരികൾ കേൾക്കാത്ത മലയാളി മുസ്ലിങ്ങൾ കുറവായിരിക്കും. പക്ഷേ ഈ ഈരടികൾ മുഴുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന പലർക്കും അതിനു പിന്നിലെ മഹത്തായ ചരിത്രം അറിവില്ലായിരിക്കും. ആരോടാണ് ആ മുന്തിരി മോഹം പറയുന്നത്? കേവലം ഒരു പ്രണയ കഥയിലെ കാമുകനും കാമുകിയുമല്ല. രണ്ടാം ഉമർ എന്ന അപരനാമത്തിൽ ഇസ്ലാമിലെ 5ാം ഖലീഫയായി അറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് മഹാനവറുകളുടെ സവിശേഷമായ ജീവിത രീതി ആവരണം ചെയ്തതാണ് പ്രസ്തുത ഈരടികളിലെ പ്രതിപാദ്യ വിഷയം. വളരെ സമ്പന്നമായ കുടുംബത്തിലാണ് അദ്ദേഹം പിറന്നത്. ഈജിപ്തിലെ ഗവർണറായിരുന്നു പിതാവ്. അതുകൊണ്ട് തന്നെ സുഖ സൗകര്യങ്ങൾക്കിടയിൽ വളരെ പ്രൗഢമായ ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം ജനിച്ചത്, എന്നാൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരം കയ്യിൽ വന്നതോടെ അദ്ദേഹത്തിന്റെ ജീവിത രീതി അപ്പാടെ മാറി. ഖലീഫയായി ബൈഅത്ത് ചെയ്യപ്പെട്ട ജനങ്ങളോട് പ്രസംഗം നിർവഹിക്കാൻ മിമ്പറിലേക്ക് കടക്കുമ്പോൾ തന്റെ ചുമലിൽ വന്ന ഉത്തരവാദിത്ത ബോധമോർത്ത് അദ്ദേഹത്തിന്റെ കാലുകൾ ഇടറുണ്ടായിരുന്നു. പ്രസംഗശേഷം അദ്ദേഹത്തിന് താമസിക്കാൻ സജ്ജമാക്കിയ കൊട്ടാരത്തിലേക്ക് ആനയിക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ വാഹനം കൊണ്ടുവരപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ സാധാരണ മുസ്ലിം ജനങ്ങളിൽ ഒരാൾ മാത്രമാണ്. ഞാൻ അവരെ പോലെ വരികയും പോവുകയും ചെയ്തു കൊള്ളാം. തന്റെ പ്രജകളിലെ പരമദരിദ്രനായ പൗരനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. എല്ലാവിധ ആർഭാടങ്ങളോടും വിട പറഞ്ഞു കൊട്ടാരം ഉപേക്ഷിക്കുകയാണ്. സർവശക്തനായ അല്ലാഹുവിലേക്ക് എല്ലാം സമർപ്പിക്കുകയാണ്. സർവവിധ സുഖാഡംബരങ്ങളോടെ ജീവിച്ചു വളർന്നു വന്ന തന്റെ ഭാര്യയായ ഫാത്തിമയോട്, ഞാൻ എല്ലാ ആഡംബരങ്ങളും അല്ലാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ എന്റെ കൂടെ ഇങ്ങനെ കഴിയാം, അതല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകാം. ഭൗതിക ജീവിതത്തിന്റെ നശ്വരതയും പാരത്രിക ജീവിതത്തിന്റെ അനശ്വരതയും മനസ്സിലാക്കിയ മഹദി അല്ലാഹുവിൽ നിന്നും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ അങ്ങയോടൊപ്പമാണ് എന്റെ ജീവിതം, ഞാൻ അങ്ങയോടൊപ്പമാണ് കഴിയുന്നത്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന കഅബുൽ അർളി അദ്ദേഹത്തിന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. വിവർണമായ മുഖം, മെലിഞ്ഞൊട്ടിയ ശരീരം, ഒരു പർവ്വതം തന്റെ ചുമലിലുള്ള പോലെ. അദ്ദേഹം ചോദിച്ചു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, എന്ത് വിപത്താണ് ബാധിച്ചത്? ഖുറൈശികളിൽ അതിസുന്ദരനായിരുന്നല്ലോ താങ്കൾ. മിനുസമാർന്ന വസ്ത്രങ്ങൾ ധരിക്കുകയും മാർദ്ദവമേറിയ വിരിപ്പുകളിൽ ശയിക്കുകയും ചെയ്തിരുന്ന പ്രക്ഷോഭിതമായ ഒരു ശരീരത്തിനുടമയായ സുന്ദര ജീവിതം നയിച്ചിരുന്ന അങ്ങേക്ക് എന്തു പറ്റി? അല്ലാഹുവാണ് സത്യം, മറ്റു വല്ല സ്ഥലത്ത് വെച്ചായിരുന്നു ഞാൻ അങ്ങയെ കണ്ടുമുട്ടിയിരുന്നുവെങ്കിൽ ഞാൻ തിരിച്ചറിയുമായിരുന്നില്ല. ഇത് കേട്ട ഉടനെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് കരയാൻ തുടങ്ങി. അദ്ദേഹം കരഞ്ഞുകൊണ്ട് നിറക്കണ്ണുകളോടെ പറഞ്ഞു, എന്നാൽ ഞാൻ മരിച്ചു മറമാടിയ ശേഷമാണ് നിങ്ങൾ എന്നെ കണ്ടിരുന്നതെങ്കിൽ കണ്ണുകൾ അടർന്നു പിടിവീണ മുഖവും പുഴുക്കൾ താമസിക്കുന്ന ശരീരവും ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ അപരിചിതത്വം ഉണ്ടാകുമായിരുന്നു. എത്രയും തിരിച്ചറിയാനും സാധിക്കുമായിരുന്നില്ല. ഇത് കേട്ട സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകൾ കരഞ്ഞുപോയി. ഒരിക്കൽ ഗനീമത്ത് മുതൽ ഓഹരിക്കുന്ന സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കൊച്ചുമകൻ ഓടി വരികയാണ്. അതിൽ നിന്നും ഒരു ഫലമെടുത്തു തന്റെ വായിലേക്ക് വെച്ചു. ഉടനെ തന്നെ ആ മോന്റെ വായിൽ നിന്നും ആ ഫലം അദ്ദേഹം പിടിച്ചു വാങ്ങി. അപ്പോൾ ആ മകൻ കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ അടുത്തേക്ക് ഓടി. അവർ കടയിൽ നിന്നും ആളെ വിട്ട് അതുപോലെ ഒന്ന് വാങ്ങിക്കൊടുത്തതിന് ശേഷം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ആ പൊന്നുമോന്റെ കയ്യിലിരിക്കുന്ന ഫലം കണ്ട് പരിഭ്രാന്തനായി അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, ഫാത്തിമ, യുദ്ധമുതൽ നിന്ന് നിനക്കും വല്ല ഓഹരിയും കിട്ടിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ മഹദി സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും പറഞ്ഞപ്പോഴാണ് സമാധാനമായത്. പ്രിയമുള്ളവരെ, എന്തു വലിയ സൂക്ഷ്മതയാണ്, എന്തു വലിയ വറഹാണിത്. അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞു, എന്റെ മോനിൽ നിന്നും ഞാൻ ആ ഫലം പിടിച്ചു വാങ്ങുമ്പോ എന്റെ ഹൃദയത്തിൽ
ഹൃദയത്തിൽ നിന്നും അടർത്തിയെടുത്ത പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷേ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കുന്ന വിഷയത്തിൽ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ എന്റെ വിഹിതം നഷ്ടപ്പെടുന്നതിന് ഞാൻ വെറുത്തുകയാണ്, ഞാൻ ഭയക്കുകയാണ്. ഈ വർത്തമാന കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത, എല്ലാം ഉണ്ടായിട്ടും ലളിതമായ ജീവിതം നയിച്ച മഹാനായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്. നമുക്ക് ഗുണപാഠമുണ്ട്. മഹാനവറുകളുടെ ജീവിതം നമ്മൾ പഠിക്കണം. എന്ത് സുന്ദരമായ ജീവിതമാണ്. ആഡംബരങ്ങളുടെ പറുദീസയിലെ വാഴാമായിരുന്നു. പക്ഷേ സർവലോക സംരക്ഷകനായ അല്ലാഹുവിനെ മറന്നില്ല. അവർ ജനങ്ങൾക്കുള്ള ഓഹരികൾ, അവർക്കുള്ള ഹക്കുകൾ വീട്ടുകയാണ്. പ്രിയമുള്ളവരെ, മഹാന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കാൻ തയ്യാറാകണം, പാഠം ഉൾക്കൊള്ളാൻ നാം തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.